ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഓണത്തിൻ്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത 5 തൊടുകറിയും ഒരു സ്പെഷ്യൽ പുളിശ്ശേരിയുമാണ്. പുളിശ്ശേരി പഴുത്ത നേന്ത്രപ്പഴവും പൈനാപ്പിളും വെച്ചിട്ടുള്ള സ്പെഷ്യൽ പുളിശ്ശേരിയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ ഓരോ വിഭവങ്ങളായി നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ബീട്രൂട്ട് കിച്ചടി, വെള്ളരിക്ക പച്ചടി, വെള്ളരിക്ക കിച്ചടി, പാവയ്ക്ക കിച്ചടി, പാവയ്ക്ക പച്ചടി, പൈനാപ്പിൾ നേന്ത്രപ്പഴ പുളിശ്ശേരി. ഇനി പൈനാപ്പിൾ നേന്ത്രപ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഒരു ഇടത്തരം പൈനാപ്പിളിൻ്റെ പകുതി ഭാഗം, അതായത് ഒരു 1.5 കപ്പ് മുതൽ 1.25 കപ്പ് വരെ നമ്മൾ ചട്ടിയിലേക്ക് ഇടണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ പൈനാപ്പിൾ എടുത്തില്ലേ, ആ സെയിം കപ്പിൻ്റെ അളവിൽ തന്നെ 1 കപ്പ് വെള്ളരിക്കായും അതുപോലെ തന്നെ ഓവറായിട്ട് പഴുത്തുപോയ നേന്ത്രപ്പഴം വേണ്ട, പഴുത്ത് തുടങ്ങിയ നേന്ത്രക്കായയും കൂടി ചേർത്തിട്ട് ഒരു 1.5 മുതൽ 1.25 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വെക്കണം. ഇനി ഇതിലേക്ക് ഒരു 2-3 തൊണ്ടൻ പച്ചമുളക് കീറിയിട്ട് കൊടുക്കണം. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുകയാണ്. ഇതിൽ ഓവറായിട്ട് എരിവിൻ്റെ ആവശ്യമില്ല, നല്ല കളറിനും കാണാൻ നല്ല ഭംഗിക്കും വേണ്ടിയാണ് ചേർക്കുന്നത്. പിന്നെ അതിൽ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം ഉപ്പ് കൂടുതൽ ഇടണ്ട, കുറച്ചൊന്ന് ഇട്ടാൽ മതിയാവും. എന്നിട്ട് നമുക്കത് വേകാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വെള്ളരിക്ക പച്ചടിയും കിച്ചടിയും ഉണ്ടാക്കാനുള്ള വെള്ളരിക്ക ഒരുമിച്ച് വേവിച്ചെടുക്കാം. ഒരു ചട്ടിയിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളരിക്ക ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത്, അല്പം ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് നമ്മൾ വേവിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു തൊണ്ടൻ പച്ചമുളക് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 10-15 മിനിറ്റ് ആകുമ്പോൾ തന്നെ വെള്ളരിക്ക നന്നായി വെന്തിട്ടുണ്ടാകും. വെള്ളരിക്കയിൽ ആദ്യമേ ഉപ്പ് ചേർക്കരുത്, ആദ്യമെങ്കിൽ വെള്ളരിക്ക കല്ലിച്ച് പോകും. നമ്മൾ എടുത്തു വെച്ചേക്കുന്ന വെള്ളരിക്ക 2 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. പച്ചടിയും കിച്ചടിയും ഉണ്ടാക്കാനായിട്ട് ഞാൻ പകുതി ഭാഗം മാറ്റിയിട്ടുണ്ട്. ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വെള്ളരിക്ക കിച്ചടിയാണ്. ഞാൻ അതിലേക്ക് തേങ്ങ ചേർത്ത് അരപ്പ് ചേർക്കുകയാണ്. ഞാൻ അതിൽ ചേർത്തേക്കുന്നത് വെളുത്തുള്ളി, ജീരകം, പച്ചമുളക് ഇത് ചേർത്ത് അരച്ച അരപ്പാണ് ഇതിൽ ഞാൻ ചേർക്കുന്നത്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, വെള്ളരിക്ക കിച്ചടിയിൽ നമ്മൾ മഞ്ഞ ചേർക്കില്ല. മൺചട്ടിയിൽ നമ്മൾ അരപ്പ് വേവിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് നമുക്കത് വെന്ത് വറ്റി കിട്ടും. ഇപ്പം നമ്മുടെ അരപ്പ് ഏകദേശം വെള്ളരിക്കയിൽ ചേർത്ത് വെന്ത് വറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം 1/2 കപ്പ് തൈര് ചേർത്ത് കിടക്കുകയാണ്. തൈര് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തീ അടുപ്പത്ത് വെച്ചിട്ട് ചേർക്കരുത്. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ ചേർക്കാവുള്ളൂ, അല്ലെങ്കിൽ അത് തൈരിൻ്റെ വെള്ളം പോലെ ആയിപ്പോയി പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിത് നല്ല ടേസ്റ്റാണ്. നന്നായിട്ട് എല്ലാം കൂട്ടും കറക്റ്റാക്കി വയ്ക്കും. ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. നമ്മളിതിൽ കടുക് താളിച്ച് ചേർക്കണം, പക്ഷെ നമ്മൾ അവസാനം മാത്രമേ ചേർക്കുന്നുള്ളൂ. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള 5 തരം തൊടുകറിയാണല്ലോ നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് അടുത്തിനി നേന്ത്രക്കായ പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കാനുള്ള കൂട്ട് റെഡിയാക്കി എടുക്കാം. നമ്മൾ നേരത്തെ വേഗം വച്ചിരുന്നില്ലേ, ആ കൂട്ട് ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരുപാട് പഴുത്ത നേന്ത്രക്കായ വയ്ക്കരുത്, എങ്കിൽ അത് കുഴഞ്ഞു പോകും. അല്പം വേഗ കുറവുള്ള നേന്ത്രക്കായ പഴുക്കാത്തതാണ് ഏറ്റവും നല്ലത്. നമ്മൾ അതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പ് കൂട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അരപ്പ് കൂട്ട് ഏതൊക്കെയാണെന്ന് ഒന്നുകൂടെ പറയാം. വെളുത്തുള്ളി, ജീരകം, കറിവേപ്പില, പച്ചമുളക് ചേർത്ത് അരച്ച് വെച്ച കൂട്ടാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഇനി നമ്മൾ അരച്ച് വെച്ച കൂട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തിളയ്ക്കാൻ വെക്കണം. ഓവറായിട്ട് തിളയ്ക്കേണ്ട. പിന്നെ ഉപ്പ് നോക്കിയതിന് ശേഷം അരപ്പിടുമ്പോൾ ഉപ്പ് എന്തായാലും കുറയുമല്ലോ, അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ വേവിക്കാനായിട്ട് വെക്കുകയാണ്. ഇതിൽ നമുക്ക് ചാറ് കുറവാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അല്പം ചൂടുവെള്ളം എന്തെങ്കിലും ചേർത്താൽ മതിയാവും. ഈ പുളിശ്ശേരി ഒരുമിച്ച് തിളച്ച് നന്നായിട്ട് വന്നതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു 1/4 ലിറ്റർ തൈര് ചേർത്ത് കൊടുക്കുകയാണ്. തൈരാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇതിൻ്റെ പുളിപ്പും എരിവും മധുരവും ആയിട്ടൊരു പ്രത്യേക ടേസ്റ്റാണ്. പുളിശ്ശേരി പാകമായിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. അവസാനം മാത്രം കടുക് താളിച്ച് ചേർത്താൽ മതി. ഇനി നമുക്ക് ബീട്രൂട്ട് കിച്ചടി ഉണ്ടാക്കാനുള്ള കൂട്ട് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഇടത്തരം ബീട്രൂട്ട് മിക്സിയുടെ ജാറിൽ വെള്ളം ചേർക്കാതെ അരച്ചെടുത്തതാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. എല്ലാവരും വേവിച്ചിട്ടൊക്കെയാണ് പലരും അരച്ചെടുക്കുന്നത്. അതിനേക്കാളും കുറച്ചും കൂടി എളുപ്പം ഇതാണ്. ഞാൻ ഇങ്ങനെയാണ് എൻ്റെ വീട്ടിൽ ഉണ്ടാക്കാറുള്ളത്. അതിലേക്ക് ഒരു പച്ചമുളക് കീറിയത്, അധികം എരിവ് വേണ്ട, ഒരു പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കണം. അതിൽ അല്പം വെള്ളം ഒഴിക്കണം. ഒരു 1 കപ്പ് മുതൽ 1.25 കപ്പ് വരെ വെള്ളം ഒഴിക്കണം. പിന്നെ ഒരു അല്പം ഉപ്പും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വേവിക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. നേരത്തെ നമ്മൾ വെള്ളരിക്കയുടെ ഒരു ഭാഗം മാറ്റി വെച്ചിരുന്നില്ലേ വേവിച്ചിട്ട്, അത് വെച്ച് നമുക്ക് വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കാം. അതിലേക്ക് ഞാൻ അരപ്പ് ചേർത്ത് കൊടുക്കണം. അരപ്പെന്ന് പറയുന്നത് വെളുത്തുള്ളി,
തേങ്ങ, ജീരകം ഇവ മൂന്നും ചേർത്ത് അരച്ച അരപ്പ് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അത് ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും ചതച്ച കടുകും ചേർക്കുകയാണ്. വെള്ളരിക്ക പച്ചടി എന്ന് പറയുന്നത് മഞ്ഞക്കറിയാണ്. അതിൽ പ്രത്യേകത ചതച്ച കടുക് ചേർക്കുന്നതും മഞ്ഞൾ ചേർക്കുമ്പോഴും ഒരു പ്രത്യേക മണമാണ് അതിന്. അതാണ് അതിൻ്റെ ആ കറിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൺചട്ടിയിൽ നമ്മൾ ട്രഡീഷണൽ ഫുഡുകൾ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ മൺചട്ടിയിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ ആദ്യം നമ്മളെ കൂട്ട് നമ്മൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് തീ ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കട്ട തൈര് ചേർത്ത് കൊടുക്കുകയാണ്. എപ്പോഴും തൈര് ചേർക്കുമ്പോൾ തീ ഓഫ് ചെയ്തതിന് മാത്രം ശേഷിക്കുക, കാരണം തൊടുകറി ആയതുകൊണ്ട് ഒഴുകിപ്പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കത് കറി റെഡി ആയിട്ടുണ്ട്, നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ബീട്രൂട്ട് കിച്ചടി ഉണ്ടാക്കാനുള്ള കൂട്ട് നമ്മൾ വേവിക്കാൻ വച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വേവിക്കാൻ വെച്ചു, നന്നായിട്ട് വെന്ത് ചാറ് കുറുകിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ബീട്രൂട്ട് കിച്ചടിയുടെ അരപ്പ് ഞാൻ പറയുന്നുണ്ട്: വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ജീരകം. ഇതിൽ നമ്മൾ മഞ്ഞൾ ചേർക്കത്തില്ല. മഞ്ഞൾ ചേർത്താൽ ഇതിൻ്റെ കളറ് മാറുന്നത് കൊണ്ട് മഞ്ഞൾ ചേർക്കത്തില്ല. ഇത് നന്നായിട്ടൊന്ന് ചാറ് കുറിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വീണ്ടും ഒരു 1/4 കപ്പ് തൈര് ചേർത്ത് ഇളക്കി മാറ്റി വയ്ക്കാം. നമ്മൾ ഒരേ സമയത്ത് തന്നെ 5 കറി ചെയ്യുന്നതുണ്ട്. അത് നമ്മൾ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിച്ച് ഒരു അടുക്കും ചിട്ടയോടെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പാവയ്ക്ക പച്ചടി ഉണ്ടാക്കാനായിട്ട് ഒരു പാവയ്ക്ക എടുത്ത് 4ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിലല്പം ഉപ്പ് ചേർത്ത് ഒരു 10 മിനിറ്റ് തിരുമ്മി വയ്ക്കണം. അതിനുശേഷം നമുക്കൊരു ചട്ടിയിൽ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കേണ്ടത് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കൊരു ചട്ടിയിൽ പാവയ്ക്ക ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി മുറിച്ചതും കൂടെ ചേർത്തിട്ട് അല്പം വെള്ളം ഒഴിച്ച് ഒരു മൺചട്ടിയിൽ വേകാനായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് പാവയ്ക്ക കിച്ചടി ഉണ്ടാക്കാനുള്ള പാവയ്ക്ക നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് റെഡിയാക്കി എടുക്കാം. നമ്മളൊരു പാവയ്ക്ക എടുത്ത് 2ആയിട്ട് മുറിച്ചതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി കനം കുറച്ച് അരിഞ്ഞെടുത്ത് ഒരു ഉപ്പ് തിരുമ്മി ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചതാണ് ഈ പാവയ്ക്ക. അപ്പോൾ നമുക്കതിൻ്റെ കയ്പൊന്ന് കുറഞ്ഞ് കിട്ടും. ഇനി നമ്മളൊരു ഫ്രൈ പാൻ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഈ പാവയ്ക്കയുടെ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് നമ്മളൊന്ന് വറുത്ത് കോരണം. ഈ വറുക്കുന്ന സമയത്ത് അതിലേക്കൊരു 1-2 പച്ചമുളക് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ടൊന്ന് വറുത്ത് കോരാം. ഇനി നമുക്ക് അരമുറി തേങ്ങ, 1 ടീസ്പൂൺ കടുക് ചേർത്തിട്ട് ഒരു തൈര് ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമുക്ക് പാവയ്ക്ക കിച്ചടിയിലും പച്ചടിയിലും ചേർക്കാനുള്ള കൂട്ടാണത്. നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന പാവയ്ക്ക പച്ചടി ഉണ്ടാക്കാനുള്ള പാവയ്ക്ക ഉപ്പ് ചേർത്ത് നമ്മൾ വേവിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നമ്മൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്തെടുക്കണം. അതിൽ ചേർക്കാനുള്ള അരപ്പെന്ന് പറയുന്നത് തൈര് ചേർത്ത് അരച്ചെടുത്ത തേങ്ങയും കടുകുമാണ്. ഇതിലേക്ക് നമ്മൾ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വീണ്ടും തൈര് ചേർത്തിട്ടാണ് ആ കറി ഒന്ന് പാകമാക്കി എടുക്കുന്നത്. നമ്മൾ സാധാരണ കിച്ചടിയും പച്ചടിയും ഉണ്ടാക്കുമ്പോൾ നമ്മൾ വേവിക്കുന്നുണ്ട് അടുപ്പത്ത്. ഇത് വേവിക്കത്തില്ല, തൈര് ചേർത്ത് താളിച്ചെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ വീണ്ടും ഒരു 1/4 കപ്പ് തൈര് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പാവയ്ക്ക പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാവയ്ക്ക കിച്ചടി ഉണ്ടാക്കാം. അതിനു വേണ്ടി നമ്മളൊരു പാത്രത്തിൽ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ തൈര് എടുത്ത് വെച്ചേക്കുന്ന പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന പാവയ്ക്കയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. പാവയ്ക്കയുടെ കഷ്ണങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കണം. ആ അരപ്പെന്ന് പറയുന്നത് തൈര് ചേർത്ത് അരച്ച് തേങ്ങയും കടുകുമാണ്. അത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം സാധാരണ പച്ചടിയും കിച്ചടിയും പോലെ അല്ല, ഈ പാവയ്ക്ക കിച്ചടിയും പച്ചടിയും വേവിക്കില്ല. നമുക്കത് തയ്യാറാക്കി നമ്മൾ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് 6 കറിയിലേക്ക് ചേർക്കാനായിട്ട് കടുക് താളിച്ച് ചേർക്കാം. ഞാൻ പറഞ്ഞു, നമ്മൾ വീട്ടിലൊക്കെ അമ്മമാരൊക്കെ ചെയ്യുന്നത് നമ്മൾ എല്ലാ കറിയും വെച്ചിട്ട് അവസാനമാണ് എല്ലാ കറിയിലും ഒരുമിച്ച് കടുക് താളിച്ച് ചേർക്കുന്നത്. കടുക് ഏറ്റവും അവസാനം താളിച്ച് ചേർക്കുമ്പോഴാണ് ആ കറിക്കൊരു മണം ഉള്ളത്. ഞാൻ വെളിച്ചെണ്ണയാണ് കടുക് താളിക്കാൻ എടുത്തിട്ടുള്ളത്. പച്ചമുളകും വെളിച്ചെണ്ണയും എല്ലാം കറിവേപ്പിലയൊക്കെ മൂത്ത് നല്ലൊരു മണം വന്നിട്ടുണ്ട്. ചുമന്ന മുളകൊക്കെ ഒന്ന് മൂത്തതിന് ശേഷം മാത്രമേ കറിവേപ്പില ചേർത്ത് കൊടുക്കാവുള്ളൂ. സദ്യകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത 5 തൊടുകറിയും 1 പുളിശ്ശേരിയും നമുക്ക് തയ്യാറായിട്ടുണ്ട്. കൊച്ചുകുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടം. ഞാനൊക്കെ ചെറിയ കുട്ടികളായിരുന്ന സമയത്തൊക്കെ ആദ്യം ഇലയിട്ട് കഴിഞ്ഞാൽ ഈ കളറുള്ള കറികളാണ് ആദ്യം കഴിക്കുന്നത്. നിങ്ങളും അതുപോലെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഒരു വീഡിയോയിൽ തന്നെ ഈ 6 കറി ഞാൻ കൊണ്ടുവന്നെന്ന് വെച്ചാൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. അടുത്തുടനെ ഒരു ഓണ സ്പെഷ്യൽ വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്നേഹം നിറഞ്ഞ നന്ദി. ടേക്ക് കെയർ, ബൈ.